മുസ്ലിം ലീഗിൻ്റെ ദേശീയ കൗൺസിൽ യോഗം ചെന്നൈയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൗൺസിൽ നടക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവർത്തനത്തെ ഒരു വിലയിരുത്തുന്നത്? വളരെ നല്ല പ്രവർത്തനമായിരുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവർത്തനം വളരെ ഹിസ്റ്റോറിക്കായി. മാത്രമല്ല, ഞങ്ങളുടെ ആ ചെന്നൈ 75ാം വാർഷിക രാജാജി ഹാളിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ ആ കോൺഫറൻസിന് ശേഷം അന്ന് ഞങ്ങളൊരു പ്രഖ്യാപനം നടത്തി, ഡൽഹിയിൽ ഞങ്ങൾ ആസ്ഥാനം ഉണ്ടാക്കും. അത് പൂർത്തീകരിച്ചു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളുണ്ടായി. ഇപ്പോൾ പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് നല്ല സാന്നിധ്യമുണ്ട്, രാജ്യസഭയിലുണ്ട്. വളരെ ആക്റ്റീവായിട്ട് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കാലഘട്ടത്തിലൂടെയാണ്, പാർട്ടിയുടെ ഹിസ്റ്ററിയിൽ തന്നെ നല്ലൊരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ലോക്സഭയിലൊക്കെ വൻ ശക്തി ഉണ്ടായിരുന്ന ഇടതുപക്ഷ പാർട്ടികളൊക്കെ താഴോട്ട് പോയപ്പോൾ ഞങ്ങൾ ഔദ്യോഗിക ചിഹ്നത്തിൽ തന്നെ 2-3 ആൾ എലക്ട് ചെയ്ത് വരുന്ന സ്ഥിതി വന്നു. ഇപ്പോൾ നാളെ പ്രധാനമായ ദേശീയ കൗൺസിലുള്ള അജണ്ടകളെന്ത്? നാളെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കലാണ് പ്രധാന അജണ്ട. പിന്നെ രാജ്യത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ വിലയിരുത്തി അതിനെ സംബന്ധിച്ച് റിസൊല്യൂഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വീണ്ടും ഒരു ദേശീയ കൗൺസിലേക്ക് പോകുമ്പോൾ നേരത്തെ ഉത്തരേന്ത്യയിലടക്കം നിയമസഭകളിലേക്കാണെങ്കിലും പാർലമെൻറ്റിലേക്കാണെങ്കിലും മുസ്ലിം ലീഗിന് പ്രാതിനിധ്യം ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതിന് ചെറിയ ശേഷം പോലും വീണ്ടും ഒരു ഇടവേള 5 MP മാരുണ്ടെങ്കിൽ പോലും അതിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള പ്രാതിനിധ്യത്തിൽ ഉത്തരേന്ത്യൻ പൊളിറ്റിക്സ് തന്നെ മാറിയില്ലേ? കോൺഗ്രസിൻ്റെ നാഷണൽ പാർട്ടി ആയിരുന്നില്ലേ? ആ സ്ഥിതി മാറിയല്ലോ. ഇപ്പോൾ BJP വർഗീയ രാഷ്ട്രീയത്തിന് നോർത്ത് ഇന്ത്യയിലൊക്കെ മേൽക്കൈ കിട്ടുന്ന ഒരു സ്ഥിതി വന്നല്ലോ. അതുകൊണ്ടൊക്കെ വന്ന മാറ്റമാണ്. പല സംസ്ഥാനങ്ങളിലൊക്കെ പല മാറ്റങ്ങളും വന്നു. ചരിത്രപരമായി തന്നെ മുസ്ലിം ലീഗിൻ്റെ ശക്തി എന്നും തമിഴ്നാട്ടിലും കേരളത്തിലുമായിരുന്നു. അത് ഇൻടാക്റ്റാണ്, ഇപ്പോഴും വളരെ സ്ട്രോങ്. ഉത്തരേന്ത്യയിലേക്കുള്ള ലീഗിൻ്റെ ഒരു കടന്നുകയറ്റമില്ലെങ്കിൽ ഈ തവണത്തെ കമ്മിറ്റി വന്നതിന് ശേഷം നല്ലൊരു പ്രവർത്തനം ഉത്തരേന്ത്യയിലേക്ക് കൂടി നടത്തുക. ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നല്ലവണ്ണമുണ്ട്. ഇപ്പോൾ ലാഡർ ഫൗണ്ടേഷൻ രൂപീകരിച്ച് ഞങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലുള്ള പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ പാർട്ടിയുടെ പോഷക സംഘടനകളും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക സംഘടനകളൊക്കെ വളരെ സജീവമാണ്. പക്ഷേ വേണമെങ്കിൽ പാർട്ടിക്ക് പുതിയ സാഹചര്യത്തിൽ ഈ ആസ്ഥാനമൊക്കെ വരുന്ന സാഹചര്യത്തിൽ നല്ലൊരു വർക്ക് പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഈ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം ഉണ്ടാവും. ഉത്തരേന്ത്യയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്ന രീതിയിലേക്ക് പാർട്ടിയെ വളർത്തുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. അപ്പോൾ ഇന്ത്യ മുന്നണിയായി മത്സരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്യൂച്ചർ ഉണ്ട് പാർട്ടിക്ക്. പ്രധാനപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളായിരിക്കും പ്രമേയമായി വരുന്നത്? പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ രാജ്യം ഒരു വലിയ യുദ്ധ സാഹചര്യത്തെ അഭിമുഖീകരിച്ച സാഹചര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനോട് സോളിഡാരിറ്റി, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന റെസൊല്യൂഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പ്രാധാന്യമുള്ള റെസൊല്യൂഷൻസും ഉണ്ടാവും. കഴിഞ്ഞ ടൈമിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ദേശീയ തലത്തിൽ ഇടപെടൽ എന്ന് പറഞ്ഞാൽ കോടതി വ്യവഹാരങ്ങളായിരുന്നു. ഈ വഖഫ്, പൗരത്വ ഭേദഗതി, അതൊക്കെ ഒരു വലിയ ഇന്ത്യയിൽ നിയമയുദ്ധം കൂടി വേണ്ടി വരികയാണ്. പാർലമെൻറ്റിലൂടെ സാധിക്കാത്തത് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട്, മതേതര കക്ഷികൾക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് പാർലമെൻറ്റിലൂടെ സാധിക്കാത്ത കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഇഷ്യൂ സ്വാഭാവികമായി കോടതിയിൽ വരും. അങ്ങനെ വന്നതാണ്. അങ്ങനെ വന്ന ഇതിലിപ്പോൾ പൗരത്വ ബില്ല് ഞങ്ങൾ അത് ഡിലേ ചെയ്യുന്ന കോർട്ട് നടപടികൾ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവർ നടപ്പാക്കിയിട്ടുണ്ടാവും. ഡിലേ ചെയ്തതുകൊണ്ടാണ്, സ്റ്റേ മറ്റുമൊക്കെ വന്നതുകൊണ്ടാണ്, നടപടിക്രമങ്ങൾ നീണ്ടുപോയതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വേണ്ടത്ര ഭൂരിപക്ഷം അവർക്ക് ഇല്ലാതായി. അതുകൊണ്ട് പൗരത്വ ബില്ലിൽ നിന്നൊരു എസ്കേപ്പ് ഉണ്ടായി. അതുപോലെ നിയമ നടപടികൾ ഇപ്പോൾ ഒക്കെ ബില്ലും ബാക്കി എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഈ ദേശീയതലത്തിലെ പ്രവർത്തനം ഈ കോടതി വ്യവഹാരങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ള ആക്ഷേപത്തിന് പ്രസക്തിയാണ്. കോടതി വ്യവഹാരം വേണ്ടേ? പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടാൽ പിന്നെ അതിനേക്കാളും വലിയ പ്രവർത്തനം വേറുണ്ടോ? വഖഫ് എന്ന് പറയുന്ന മൗലികാവകാശം ചോദ്യം ചെയ്യപ്പെട്ടാൽ അതിനേക്കാളും വലിയ പ്രവർത്തനം വേറുണ്ടോ? വെറുതെ തെരുവിലിറങ്ങി വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പിന്നെ നിയമകോടതിയുടെ മുമ്പിൽ പോണ്ടി വരും. അത് സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യമാണ്, ചെയ്യേണ്ട പോലെ ചെയ്യണം. അതുകൊണ്ടാണ് ലീഡിങ് പെറ്റീഷൻ ഞങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആസ്ഥാനം എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ ഈ സാമുദായിക സംഘടനകളുമായുള്ള വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും. പ്രത്യേകിച്ച് അതിലുള്ള സാമൂഹിക സമവാക്യങ്ങളൊക്കെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് ഒരു കേരള കാര്യം വരില്ല. ഇത് നാഷണൽ ഇഷ്യൂസാണ്. കേരള കാര്യം അവിടെ ചർച്ച ചെയ്യും. ഈ പുതിയ സംസ്ഥാന കമ്മിറ്റികൾക്കുള്ള അംഗീകാരമൊക്കെ ഈ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവും. മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ വന്ന കമ്മിറ്റികൾക്ക് മുഴുവൻ അംഗീകാരം കൊടുത്ത് അതിനൊക്കെ കൗൺസിലർമാർ വന്നിട്ടാണ് നാളെ ഇലക്ഷൻ. ഈ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു ഓൺലൈൻ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് ഇത്തവണ നടന്നത്. അപ്പോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു പിന്തുണയോടുള്ള ഒരു ദേശീയ കമ്മിറ്റി ആയിരിക്കും ഇലക്ഷൻ നടന്നത്. അത് തന്നെയാണ് തീർച്ചയായിട്ടും. വലിയ പ്രാതിനിധ്യ സ്വഭാവമുള്ള നല്ലൊരു കമ്മിറ്റിയാണ് വരാൻ പോകുന്നത്. എന്തായാലും മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അംഗത്വ ക്യാമ്പയിനായിരുന്നു ഓൺലൈനായിട്ട് നടത്തിയിരുന്നത്. അതിനുശേഷമുള്ള ദേശീയ കമ്മിറ്റിയിലെ തെരഞ്ഞെടുപ്പാണ് നാളെ ദേശീയ കൗൺസിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു കൗൺസിലായി ചെന്നൈയിൽ നടക്കാൻ പോകുന്ന കൗൺസിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ ചെന്നൈ.